ഇന്ന് ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനം. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ പോരാട്ടം ഏറ്റവും നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തവണത്തെ ഭീകരവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. भारत पर आतंकी हमला हुआ तो हम अपने तरीके से अपनी शर्तों पर अपने समय पर जवाब देंगे. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ ഭീകരവാദത്തിനെതിരായ രാജ്യത്തിന്റെ ശക്തമായ നിലപാട് വ്യക്തമാക്കുന്നതാണ്. തീവ്രവാദത്തിനെതിരെ രാജ്യം അതിശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ തീവ്രവാദ വിരുദ്ധ ദിനാചരണം. അതിർത്തി കടന്ന് ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെടുത്ത പാക് ഭീകരതയ്ക്ക് വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നൽകി. ഇന്ത്യൻ മണ്ണിലെ ഏതു തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾക്കും വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി നൽകാൻ രാജ്യം തയ്യാറെടുത്തു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ തുടക്കം മാത്രമാണെന്ന് പ്രധാനമന്ത്രിയും സേനാ വിഭാഗങ്ങളും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അത് ഭീകരർക്കും ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ഭീകരതയെ വേരോടെ പിഴുതെറിയാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്നും ശക്തമായ പിന്തുണ ലഭിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ന്യൂ നോർമലാണ്. സർജിക്കൽ സ്ട്രൈക്ക് के समय देखा है, एयर स्ट्राइक के समय देखा है और अब तो ऑपरेशन सिंदूर भारत का न्यू नॉर्मल है. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കൂടിയാണ് ഭീകരവാദ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. തീവ്രവാദം രാജ്യാതിർത്തി കടന്നെത്തുന്നതിന്റെ ഭീകരമായ മുഖമായിരുന്നു 1991 മെയ് 21 കണ്ടത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സമാധാനവും നിലനിർത്തുക എന്നതാണ് ഭീകരവിരുദ്ധ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഭീകരതയ്ക്കെതിരെ അക്ഷീണം പോരാടുന്ന നമ്മുടെ ധീര സൈനികരെ കൂടി ഈ ദിവസം ഓർമ്മിക്കാം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.